ഇന്ത്യ K4 എന്ന് പറയുന്ന സബ്മറൈനിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 3500 മുതൽ 4000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു അത്യന്താധുനിക മിസൈൽ എന്ന് വേണമെങ്കിൽ പറയാം. 2500 കിലോഗ്രാമോളം ഭാരം വഹിക്കാൻ കഴിയും. ഇതിൽ ആണവ പോർമുന വഹിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, ചൈനയിലെ ബീജിംഗ് ഉൾപ്പെടെയുള്ള ഏതു മേഖലയിലേക്കും ആക്രമണം നടത്താൻ ശേഷിയുള്ള ഒരു മിസൈലാണ് നമ്മൾ വിജയകരമായി പരീക്ഷിച്ചത്. ഇത് കൃത്യമായിട്ട് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ നിരീക്ഷിക്കുകയും ജാഗ്രതയോടെ നോക്കിക്കാണുകയും ചെയ്തു. നമ്മൾ ഇത്തരം ഒരു പരീക്ഷണം നടത്തുന്നതിന് ചില കാരണങ്ങളുണ്ട്. കാരണം അമേരിക്കയിലെ പെൻറ്റഗൺ എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടുത്തെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ റിപ്പോർട്ട് പുറത്തെടുക്കും. അങ്ങനെ ഇറക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യയെ ചൈന ഏത് നിമിഷവും ആക്രമിക്കും എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. ഇതിന് കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ അതിർത്തിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനപരമായി പോവുകയാണ്. പക്ഷേ ഒരവസരം കിട്ടിയാൽ ഏത് നിമിഷവും ചൈന ആക്രമണം നടത്തുമെന്നാണ് പറയുന്നത്. ഈ പെൻറ്റഗൺ വിവിധ രാജ്യങ്ങളിൽ നടത്തുന്ന കാര്യങ്ങൾ, ആ രാജ്യങ്ങളും അമേരിക്കയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങൾ, അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ കൃത്യമായി വിശകലനം ചെയ്യും. അതിനനുസരിച്ച് കാര്യങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തിറക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ചൈന ഇന്ത്യക്കെതിരെ ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു. പ്രധാനമായും അരുണാചൽ പ്രദേശ് അവർക്ക് വേണം. അരുണാചൽ പ്രദേശ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില തന്ത്രപരമായ നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുള്ള, നേരത്തെ ചൈനയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധം നിൽക്കുന്ന സമയത്ത് ഗാൽവാനിൽ അവർ ആക്രമണം നടത്തി, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് ചൈനയെ വിശ്വസിക്കരുത്, ഇതാണ് അമേരിക്ക പറയുന്നത്. മാത്രമല്ല, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം തകർക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം കൂടിയാണ്. പക്ഷേ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ തൈവാന്, അരുണാചൽ പ്രദേശ്, ലഡാക്ക്, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ മേഖലയെല്ലാം തന്നെ ഉൾപ്പെടുത്തി ചൈനയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രഖ്യാപിത നയമാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ 100ാം വാർഷികമാണ് 2049. ആ സമയമാകുമ്പോഴേക്കും ഇതൊക്കെ നടപ്പാക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല, അവർക്കൊരു 5 ഫിംഗേഴ്സ് എന്ന് പറയുന്ന പോളിസി ഉണ്ട്. ഇതേക്കുറിച്ച് ഔദ്യോഗികമായിട്ട് അവരൊന്നും പറയുന്നില്ല. പക്ഷേ മാവോയുടെ കാലത്ത് തന്നെ പ്രസംഗങ്ങളിൽ, അവരുടെ നിലപാടുകളിലൊക്കെ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ടിബറ്റാണ് ഇവരുടെ ഈ 5 ഫിംഗേഴ്സിലെ കൈപ്പത്തി എന്ന് പറയുന്ന ഭാഗം. പിന്നീട് 5 വിരലുകളുണ്ട്. അത് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ സിക്കിം, അരുണാചൽ പ്രദേശ്, ലഡാക്ക്, പിന്നെ ഭൂട്ടാൻ, നേപ്പാൾ തുടങ്ങിയ മേഖലയെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു ഹിമാലയൻ കൺട്രോൾ ഇവർക്ക് വേണം. എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ ചൈനയ്ക്ക് വേണമെന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ് ഞങ്ങളുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പെൻറ്റഗൺ ഇന്ത്യയെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയെ നമുക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അമേരിക്ക ഇത് ചെയ്യുന്നത്. കാരണം നമ്മളോട്ടും നല്ല ബന്ധം പുലർത്തുമ്പോൾ തന്നെയാണ് ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കുന്നത്. ഷേഖ് ഹസീനെ പുറത്താക്കുന്നു. എന്തുകൊണ്ട്? സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്ത്യയുമായിട്ട് ഷേഖ് ഹസീന ചർച്ച നടത്തുകയും ഇന്ത്യക്ക് ഹിതകരമല്ലാത്തതുകൊണ്ട് ആ തീരുമാനത്തെ അംഗീകരിച്ചുമില്ല. ഇതിൻ്റെ വിരോധം തീർത്താണ്. അതുകൊണ്ട് അമേരിക്കയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ട്രംപിൻ്റെ നിലപാട്, പെൻറ്റഗണിൻ്റെ നിലപാട്, ഡീപ് സ്റ്റേറ്റിൻ്റെ നിലപാടൊക്കെ തന്നെ എപ്പോഴും ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനാണ്. ചൈന നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഏതാണ്ട് 100 ഇരട്ടി പ്രവർത്തനങ്ങളാണ് ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ട് അമേരിക്ക നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ തന്ത്രപൂർവ്വം നിൽക്കണം. അങ്ങനെയാണ് നമ്മൾ K4 എന്ന് പറയുന്ന ഈ സബ്മറൈനിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത്. INS അരീക്കട്ടിൽ നിന്ന് ബംഗാൾ ഉൾക്കടലിലാണ് നമ്മൾ ഈ മിസൈൽ പരീക്ഷിച്ചത്. നിലവിൽ ചൈനയ്ക്കോ അല്ലത്തെ ലോകത്തെ ഏതെങ്കിലും ഒരു രാജ്യത്തിനോ ഈ K4 എന്ന് പറയുന്ന അത്യന്താധുനിക ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളില്ല. അതായത് റഷ്യയുടെ S-400 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇതിനെ തടുത്തു നിർത്താൻ കഴിയില്ല. അത്തരത്തിൽ അത്യന്താധുനികമായ ഒരു മിസൈലാണ് നമ്മൾ പരീക്ഷിച്ചത്. ഇത് വല്ലാതെ പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നു. കാരണം നമ്മളിത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് പരീക്ഷിച്ചാൽ പാകിസ്ഥാൻ്റെ ഏത് മേഖലയും ആക്രമിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്കറിയാം അഗ്നി മിസൈൽ, ഇത് നമ്മൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കരഭാഗത്ത് നിന്നാണ് പ്രയോഗിക്കേണ്ടത്, അത് വിക്ഷേപിക്കേണ്ടത്. പക്ഷേ ഈ സബ്മറൈനിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ അങ്ങനെയല്ല. രാജ്യാന്തര അതിർത്തികൾ ഭേദിച്ച് ഈ സബ്മറൈന് സഞ്ചരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നിന്ന് വേണം നമുക്ക് ആക്രമണം നടത്താം. അതാണ് ചൈനയും വല്ലാതെ ഭയപ്പെടുത്തുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറബിക്കടലിലേക്ക് പോയി എന്ന് വെച്ചു. അറബിക്കടലിൽ നിന്ന് ഏതാണ്ട് 3500-4000 കിലോമീറ്റർ ദൂരപരിധിയുള്ള K മിസൈൽ തൊടുത്തുവിട്ടാൽ
തുർക്കിയിലെ ഏത് പ്രദേശത്തെയും ആക്രമിക്കാം. അപ്പോൾ തുർക്കിയുടെ പ്രകോപനത്തിലുള്ള മറുപടിയായി ഇനി ചൈനയിലെ ബീജിംഗ് ഉൾപ്പെടെയുള്ള മേഖലയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മലേഷ്യക്കടുത്തോ തായ്ലാൻഡിനടുത്തോ ഒക്കെ നമ്മുടെ സബ്മറൈൻ എത്തിച്ചേർന്നാൽ മതി. അങ്ങനെ അരി ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട സബ്മറൈനുകളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന മിസൈലാണ് നമ്മൾ പരീക്ഷിച്ചത്. സത്യത്തിൽ K4 തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. കാരണം K5, K6 തുടങ്ങിയ മിസൈലുകൾ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. നേരത്തെ K15 പരീക്ഷിച്ചു. അതിന് 1500 മുതൽ 1700 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി. ഇതേ ചൈനയ്ക്ക് അറിയാമായിരുന്നുള്ളൂ. അവിടെയാണ് ഇവിടെ K4 എന്ന് പറയുന്ന പുതിയ മിസൈൽ 3500 മുതൽ 4000 കിലോമീറ്റർ വരെ ദൂരപരിധി, 2500 കിലോഗ്രാം ഭാരം വഹിക്കാൻ കഴിയുന്ന ആണവ പോർമുനകളെ ഉൾക്കൊള്ളാൻ പറ്റും. ഇനി K5ലേക്ക് പോയാലോ, അതിൻ്റെ ദൂരപരിധി 8000 കിലോമീറ്ററിന് അകലെയാണ്. K6ലേക്ക് പോയാൽ 12000 കിലോമീറ്ററിന് അകലെയാണ്. അത്രയും മികച്ച മിസൈലുകൾ ഇന്ത്യക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ ചൈന ഒന്ന് പതുങ്ങി. കാരണം അവരുടെ മേധാവിത്വത്തിലുള്ള ഒരു തിരിച്ചടിയായിട്ട് ഇത് മാറുമെന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധവും ഉണ്ടായി. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതിനെ ചൈനയിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മാധ്യമങ്ങൾ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നത്. ഓരോ രാജ്യവും തങ്ങളുടെ പരീക്ഷണം നടത്തുമ്പോൾ പല കാര്യങ്ങളും രഹസ്യമായിട്ട് വെക്കും. അതുകൊണ്ട് ഇന്ത്യയും ഇക്കാര്യം പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മൾ K4 ആണോ പരീക്ഷിച്ചത്, K5 ആണോ, K6 ആണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. ഇവിടെ അമേരിക്ക പറയുന്നത് ചൈന നമ്മളെ ആക്രമിക്കുമെന്നുള്ളതാണ്. ശരിയാണ്, ചൈനയെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയില്ല. നല്ല ബന്ധം ഉണ്ടാകുമ്പോൾ തന്നെ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമാണ്. പക്ഷേ റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു കൂട്ടുകെട്ട് ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നുള്ള ഭയം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. ഇനി അവരുടെ ഈ പെൻറ്റഗൺ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് റഷ്യ ചൈനയുടെ കുറേ ഭാഗം നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ആ പിടിച്ചെടുത്തിരുന്നാൽ ചൈനയിലെ ക്വിങ് രാജവംശത്തിൻ്റെ കാലത്താണ്. അന്ന് റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നു വലിയൊരു ഭൂപ്രദേശം. ആ പ്രദേശങ്ങളൊക്കെ വിട്ടുകൊടുത്തത് 1858 ട്രീറ്റി ഓഫ് ഐഗൂൺ കരാർ അനുസരിച്ച്, 1860 കൺവെൻഷൻ ഓഫ് ബീജിംഗ് അനുസരിച്ച്. പക്ഷേ ഇതൊക്കെ തിരിച്ചു വേണം. ഇന്നിപ്പോൾ ഫാർ ഈസ്റ്റിൽ റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്ന മേഖല വളരെയധികം ഡെവലപ്പ് ചെയ്തു. ഈ സ്ഥലം തിരിച്ചു പിടിക്കണമെന്ന് ചൈനയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നേരിട്ട് കയറി റഷ്യയെ ആക്രമിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അവർ ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്താം. അതായത് അരുണാചൽ പ്രദേശ് തിരിച്ചു പിടിക്കാനായിട്ട്. പിന്നീട് സിക്കിമും ലഡാക്കും ഒക്കെ അവർ ലക്ഷ്യം വെക്കുന്നു. ഇതാണ് അവർ പറയുന്നൊരു കാര്യം. പക്ഷേ 2047 എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം തികയുന്നതാണ്. ആ സമയത്ത് ഇന്ത്യ വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് തന്ത്രപരമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ആ വിജയത്തിലേക്ക് നമ്മൾ നീങ്ങുന്നതിനിടയിലാണ് അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പ് നമുക്ക് കിട്ടുന്നത്. പെൻറ്റഗൺ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്, ചൈന നിങ്ങളെ ആക്രമിക്കാൻ പോകുന്നു. നമ്മൾ അതിനുള്ള മറുപടി കൊടുത്ത എന്താ, K4 പോലെയുള്ള മിസൈലുകൾ പരീക്ഷിച്ച് അതുപയോഗിച്ച് നിങ്ങളെ ആക്രമിക്കും. ഇപ്പം 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനും ജർമ്മനിയും ഒക്കെ അമേരിക്കയ്ക്ക് മുമ്പിൽ പരാജയപ്പെട്ട രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് തുല്യ നിലയിലുള്ള ഒരു ചർച്ചയ്ക്കും അമേരിക്ക തയ്യാറല്ല. ഇവിടെ ഇന്ത്യ ബ്രിട്ടീഷ് കോളനിയായിരുന്നു ഒരു കാലത്ത്. അവിടെ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ 100 വർഷക്കാലത്തിനിടയിൽ സൈനികപരമായി പ്രതിരോധ മേഖലയിൽ സാമ്പത്തികമായിട്ടൊക്കെ വലിയ വളർച്ച നേടി. ചൈനയുടെ ഒപ്പം നിൽക്കാൻ കഴിയുന്ന ഏഷ്യൻ രാജ്യമായിട്ട് മാറി. മാത്രമല്ല ട്രംപ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ നമ്മളുമായിട്ട് തുല്യ നിലയിൽ നിന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് അമേരിക്കയ്ക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയും റഷ്യയും ഒഴിവാക്കി പുതിയൊരു ലോകക്രമം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചത്. അതായത് G2 ഒരു കൂട്ടായ്മ. അമേരിക്കയും ചൈനയും മാത്രം മതി ലോകത്തെ നിയന്ത്രിക്കാൻ, റഷ്യയെ പോലും വേണ്ട. ഇനി അഥവാ റഷ്യയെ കൂടെ പിടിച്ചാലും ഇന്ത്യയെ വേണ്ട. കാരണം ഇന്ത്യ ഇന്നലെ വരെ ബ്രിട്ടീഷ് കോളനിയായിരുന്നു. അങ്ങനെ ഒരു രാജ്യം തുല്യ നിലയിൽ അമേരിക്കയുമായി ചർച്ച ചെയ്യുന്നത് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും പെൻറ്റഗൺ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്, ചൈന നിങ്ങളെ ആക്രമിക്കും, അവരുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കണമെന്ന്. പക്ഷേ നമ്മൾ ഇതൊക്കെ തന്ത്രപരമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ശക്തിയുണ്ടെങ്കിൽ നമുക്ക് ഏത് രാജ്യത്തിൻ്റെ ആക്രമണത്തെയും പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ച. അതിനി റഷ്യയുടെയോ ഇസ്രായേലിൻ്റെയോ ഫ്രാൻസിൻ്റെയോ ഒന്നും സഹായം വേണ്ട. പക്ഷേ ഇവരൊക്കെ നമ്മളെ സഹായിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളുമാണ്. അതുകൊണ്ട് ചൈനയുടെ നീക്കത്തെയും അമേരിക്കയുടെ മുന്നറിയിപ്പിനെയും ഒക്കെ നമ്മൾ കൃത്യമായി ജാഗ്രതയോടുകൂടി തന്നെ നിരീക്ഷിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തിയാൽ കടുത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് തെളിയിക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ നമ്മൾ K4 മിസൈലിൻ്റെ പരീക്ഷണവും പൂർത്തിയാക്കിയത്.